മാം, ഒരാൾക്ക് 4 പേഴ്സണാലിറ്റി ഡിസോർഡർ നോർമൽ ആയി കാണുന്നതാണോ? വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഒരിക്കലും ഒരു സിംഗിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് വരില്ല. ഇറ്റ് വിൽ ഓൾവേസ് കം ആസ് എ കോമ്പിനേഷൻ. ഫോർ എക്സാമ്പിൾ ക്ലസ്റ്റർ സി, ക്ലസ്റ്റർ ബി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ക്ലസ്റ്റർ ബി സി കോമ്പിനേഷൻ ഉള്ള ഒരാൾക്ക് ആങ്സൈറ്റി ഉണ്ടാവും, ഇമോഷണൽ ഡിസ്റെഗുലേഷൻ ഉണ്ടാവും. അപ്പൊ 3-4 പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ക്ലസ്റ്റേഴ്സ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇമോഷണൽ റെഗുലേഷൻ, പെർഫെക്ഷനിസം, ഇങ്ങനെയൊക്കെ തുടങ്ങി മാനിപ്പുലേഷൻ, അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ, നാർസിസിസ്റ്റിക് ടെൻഡൻസീസ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഡിപ്രഷനിൽ ലേക്ക് പോയ ഒരാൾക്ക് എന്തുകൊണ്ട് നോർമൽ ലൈഫിലേക്ക് വന്നുകൂടാ? തീർച്ചയായും നോർമൽ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് എത്രയോ ആൾക്കാർ. അതല്ലേ നമ്മുടെ ജോലി. Can you tell about nutritional psychiatry? I'm so sorry, I haven't heard about that specific term called nutritional psychiatry. But എനിക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്തോ അല്ലെങ്കിൽ എനിക്ക് അറിയില്ല എന്ന് ഞാൻ പറയുള്ളൂ. ഞാൻ വായിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. If there is a term exists like that. എനിക്കറിയില്ല, അതുകൊണ്ട് അറിയില്ലാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുന്നതാണ് നല്ലത്, തെറ്റ് പറയുന്നതിനേക്കാളും. സോ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറും ഇങ്ങനെ ഇറ്റ് ഡസന്റ് കം. ദർ ആർ 3 clusters of personality. ക്ലസ്റ്റർ എ ഇസ് എന്താ പറയാ, സ്കീസോടൈപ്പൽ പേഴ്സണാലിറ്റി, അങ്ങനെയുള്ള സെക്ലൂസീവ് ആയിട്ടുള്ള ഐസ്. എനിക്ക് സ്കീസോയിഡ്, ആങ്ഷ്യസ് അവോയ്ഡൻ, UPD OCPD ഉണ്ടെന്ന് തെറപ്പിസ്റ്റ് പറഞ്ഞു. അങ്ങനെ ആയിരിക്കില്ല പറഞ്ഞത്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഓൾ ദിസ് ക്ലസ്റ്റേഴ്സ്. Why don't you send me a personal message and give your contact? If that's okay for you, we will talk this more in private. You can give me a call. Schizoid, anxious avoidant, UPD, OCPD, I need to talk to you. Then I can help you with this. But it is not unlikely. There could be a combination. I hope I answered your question. On the personal message അയച്ചോളൂ ട്ടോ, മാളവിക 203. OCD കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്. Ketamine therapy. I don't know from where you get these terms. ഇൻസ്റ്റയിൽ അല്ല മാളവിക, എൻ്റെ പേഴ്സണൽ നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ടാവും 8075180727. യു ക്യാൻ മെസ്സേജ് ഇൻ ദറ്റ് നമ്പർ ആൻഡ് ഐൽ ഗെറ്റ് ബാക്ക് ടു യു. ഐൽ കോൾ യു. എന്നിട്ട് നമ്മൾ മാത്രം നമുക്ക് സംസാരിക്കാം കേട്ടോ. Ketamine therapy, no. Again, OCD കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, OCD എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്നാണെങ്കിലും OCD ഇസ് നോട്ട് അബൌട്ട്, നേരത്തെ ഉണ്ടാക്കിയ ഒരു വീഡിയോയിൽ പറയുന്ന പോലെ, ഇറ്റ്സ് നോട്ട് അബൌട്ട് ക്ലീനിങ്. ഇറ്റ്സ് അബൌട്ട് ഹാവിങ് റിപ്പറ്റേറ്റീവ് ഇൻട്രൂസീവ് തോട്ട്സ്. നമുക്ക് താല്പര്യമില്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിലേക്ക് കടന്നു കയറി വരുന്ന ചിന്തകളെയാണ് നമ്മൾ OCD എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പൊ അതിനായിട്ട് ബന്ധപ്പെട്ട് ചിലവർക്ക് ഒരുപാട് രീതിയിലുള്ള കമ്പൽസീവ് ബിഹേവിയേഴ്സ് ഉണ്ടാവും. മനു, എന്ന് ഞാൻ ബിസി ആയിരുന്നു അതുകൊണ്ടാണ് റിപ്ലൈ ചെയ്യാത്തത്. ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു ട്ടോ. കമ്പൽസീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ഒരു പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ലൈറ്റ് 5, 6, 7, 8 5, 6, 7, 8 ഇത്രയും പ്രാവശ്യം ഈ ലൈറ്റ്, ഇത്രയും പ്രാവശ്യം ആ ലൈറ്റ് ഇട്ടില്ലെങ്കിൽ എന്റെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും മരണം സംഭവിക്കും എന്ന് വിചാരിക്കുന്നത് ഒരു OCD തോട്ടാണ്. മനസ്സിലായോ? അതൊരു OCD കോഗ്നിഷൻ ആണ്. പിന്നെ കർത്താവിന്റെ ന്യൂഡ് ഫോട്ടോസ് കാണുക, അല്ലെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ ന്യൂഡ് ഇമേജസ് കാണുക. അതുകൊണ്ട് ഭയങ്കരമായിട്ട് മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടാവുക. ഇതും ബ്ലാസ്ഫെമസ് തോട്ട്സ് എന്ന് പറയും. ഇതിന് മതപരമായിട്ടോ നമ്മുടെ വിശ്വാസപരമായിട്ടോ ഒരു ബന്ധമില്ല. അല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചീത്ത പറയാൻ തോന്നും. അതെ, OCD ഒരു വലിയ കാര്യമാണ്. OCD ഒരു സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനാണ്. പക്ഷെ OCDയെ പലരും മനസ്സിലാക്കുന്നില്ല. അതിന്റെ OCDയെ കുറിച്ച് മാത്രമുള്ള ഒരു സീരീസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം OCD വൃത്തിയാക്കുന്നു. ഇത് മാത്രമല്ല OCD എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ ലോട്ട് ഓഫ് സ്പെക്ട്രം. ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോയില്ലെങ്കിൽ വേറൊരു ലോകത്തിൽ കുരുങ്ങിപ്പോവും എന്ന് തോന്നുന്നത് ഒരു OCD സിംറ്റമാണ്. OCD മാത്രമല്ല, പല മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസും ഹൈലി അണ്ടർ എസ്റ്റിമേറ്റഡ് ആണ്, മനസ്സിലാക്കിയിട്ടില്ല ആൾക്കാര്. ഇല്ല, അതുകൊണ്ടാണല്ലോ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അവയർനെസ് വീഡിയോസിന്റെ ആവശ്യമുള്ളത്.
ചിലപ്പോൾ ഒരേ വീഡിയോസിന്റെ ഒരേ കണ്ടന്റ്സ് എനിക്ക് പല പ്രാവശ്യം ചെയ്യേണ്ട കാര്യം വരുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല പ്രാവശ്യം പല രീതിയിൽ പറഞ്ഞാലേ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ എന്നതുള്ളത് കൊണ്ടാണ്. അനീഷ് മണി, ഹലോ. അതെ, OCD ഒരു വലിയ കാര്യമാണ്. OCD ഒരു സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനാണ്. പക്ഷെ OCD പലരും മനസ്സിലാക്കുന്നില്ല. അതെ, OCD ഒരു വലിയ കാര്യമാണ്. OCD ഒരു സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനാണ്.